നമസ്തേ. കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കേണ്ട കൈകളിൽ നിന്ന് മാരകലഹരിയുടെ ശൃംഖല പ്രവർത്തിച്ചുവെന്ന ആരോപണം. മലബാറിനെ നടുക്കിയ വടകര MDA കേസിൽ പുറത്തുവരുന്ന ഓരോ വിവരവും ഞെട്ടിപ്പിക്കുന്നതാണ്. അധ്യാപികമാർ ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ, മുൻ അധ്യാപക സംഘടനാ ഭാരവാഹിത്വം, ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം. ഓപ്പറേഷൻ തൂഫാൻ ഇനി ലക്ഷ്യമിടുന്നത് ലഹരി മാഫിയയുടെ മുഴുവൻ കണ്ണികളെയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പുറത്തുവന്ന MDMA ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരെ ചുറ്റിപ്പറ്റി കൂടുതൽ നിർണായക വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. കേരളത്തിനെ, പ്രത്യേകിച്ച് മലബാറിനെ ഞെട്ടിച്ച വടകര MDMA ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ അധ്യാപികമാർ ഇടത് അധ്യാപക സംഘടനാ ഭാരവാഹികളെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ വേട്ടയുടെ ഭാഗമായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ അന്വേഷണത്തിലാണ് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാരായ അധ്യാപികമാർ ലഹരിക്കടത്ത് സംഘത്തിന്റെ പ്രധാന കണ്ണികളാണെന്ന് കണ്ടെത്തിയത്. പിടിയിലായ 3 അധ്യാപികമാരിൽ നീഷ്മ, കാവ്യ എന്നിവരാണ് ഇടത് അനുകൂല അധ്യാപക സംഘടനയായിട്ടുള്ള കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ KRTA മുൻ ഭാരവാഹികളായിരുന്നത്. കേസിൽ പിടിയിലായ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാരായ 3 അധ്യാപികമാരിൽ കാവ്യയും നീഷ്മയും ഇടത് അനുകൂല അധ്യാപക സംഘടനയായിട്ടുള്ള കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുൻ ഭാരവാഹികളായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസും സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം വരെ ഇരുവരും സംഘടനയുടെ പേരാമ്പ്ര യൂണിറ്റിൽ ഔദ്യോഗിക ചുമതലകൾ വഹിച്ചിരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ വർഷം പേരാമ്പ്രയിൽ നടന്ന കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് കാവ്യയും നീഷ്മയും സംഘടനയുടെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത്. അന്ന് ഇരുവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ച് സംഘടന പുറത്തിറക്കിയ പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. MDMA കേസിൽ ഇരുവരുടെയും അറസ്റ്റ് വാർത്തയായതോടെയാണ് ഈ പോസ്റ്ററും വീണ്ടും ചർച്ചയായത്. അതേസമയം അറസ്റ്റിനു പിന്നാലെ ഇരുവരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സംഘടനാ നേതൃത്വത്തിന്റെ വിശദീകരണം അനുസരിച്ച് മറ്റ് അംഗങ്ങൾ ചുമതലയേറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതിനാലാണ് കഴിഞ്ഞ വർഷം ഇവർക്ക് ഭാരവാഹിത്വം നൽകിയത്. കൂടാതെ ഈ വർഷം ഇരുവരും സംഘടനയിലെ അംഗത്വം പുതുക്കിയിരുന്നില്ല എന്നും സംഘടനയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നുണ്ട്. MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാർ ഇടത് രാഷ്ട്രീയ ആശയങ്ങളോട് അനുഭാവം പുലർത്തിയിരുന്നുവെന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ മുൻ സംഘടനാ ബന്ധം പുറത്തു വന്നതോടെ സംഭവത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങളും കൈവന്നിരിക്കുകയാണ്. ഇവർ പാർട്ടി തണലിലാണോ ലഹരി കച്ചവടം നടത്തിയതെന്നുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കേസിന്റെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അധ്യാപികമാർക്കൊപ്പം അറസ്റ്റിലായ ഡെലിവറി ബോയായ ജിജിൻ കുര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ഏകദേശം 1 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകളുടെ ഉറവിടവും പണമിടപാടുകളിലെ ബന്ധങ്ങളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. അധ്യാപികമാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരെയും സാമ്പത്തിക ഇടപാടുകളിൽ പങ്കുണ്ടായിരിക്കാമെന്ന് സംശയിക്കുന്നവരെയും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലഹരിമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണികളെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് വടകര റേഞ്ച് DIG K കാർത്തിക് വ്യക്തമാക്കി. കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സൂചനയും അന്വേഷണ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. പൊതുസമൂഹത്തിന് മാതൃകയാക്കേണ്ട അധ്യാപികമാർ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഇടയിലേക്ക് മാരക ലഹരി മരുന്നായിട്ടുള്ള MDMA എത്തിച്ചു നൽകുന്ന വലിയ ശൃംഖലയുടെ ഭാഗമായത് പോലീസിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്നും പാർട്ടിയുടെ മറവിൽ ഇവർ മുൻപും ലഹരി വ്യാപാരം നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് ആഴത്തിൽ അന്വേഷിച്ചു വരികയാണ്. അധ്യാപനമായിരുന്നു തൊഴിൽ, അതും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായിട്ട്. പഠിച്ചു വളർന്ന ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട തലമുറയ്ക്ക് മുന്നിൽ നേർവഴി പഠിപ്പിക്കുമ്പോൾ അതേ വഴി മറന്നായിരുന്നു ഇവരുടെ ജീവിതം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോലും സജീവമായിരുന്നവരടക്കം കോഴിക്കോട് പിടിയിലായത് 3 അധ്യാപികമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വടകര സ്വദേശിയായ യുവാവിനെ സഫ്വാൻ എന്ന യുവാവിനെ MDMA സഹിതം പിടികൂടിയ കേസിലെ അന്വേഷണമാണ് ഈ 3 അധ്യാപികമാരിലേക്ക് എത്തിയത്. ഈ മാസം 11-നായിരുന്നു ആദ്യ അറസ്റ്റ്. ലഹരി വിൽപ്പനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനാണ് മരുതോങ്കര കുന്നുമ്മൽ KC കീർത്തനയെ വടകര പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത്. സംസ്ഥാന തലത്തിൽ മത്സരിച്ചിട്ടുള്ള കായിക താരം കൂടിയായിട്ടുള്ള കീർത്തന പേരാമ്പ്ര BRCക്ക് കീഴിലുള്ള താൽക്കാലിക സ്പെഷ്യലിസ്റ്റ് അധ്യാപികയാണ്. കീർത്തനയും വിൽപ്പനക്കാരും തമ്മിലുള്ള കാര്യങ്ങളിൽ പോലീസ് നടത്തിയ
അന്വേഷണത്തിലാണ് കാവ്യ എന്ന പേരിലേക്ക് എത്തുന്നത്. MDMA വിൽപ്പനയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതിന് കൂരാച്ചുണ്ട് കാപ്പുമുക്ക് സ്വദേശി കാവ്യ അറസ്റ്റിലാകുന്നത്. കീർത്തനയുടെ മൊഴിയിലാണ് കാവ്യ അറസ്റ്റിലായത്. MDMA ആവശ്യമുള്ളവർ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. വാങ്ങുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടാതെ കാവ്യ സാധനം ലഭ്യമാക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുക്കും. മൊത്ത വിൽപ്പനക്കാരുമായി കാവ്യയ്ക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ മൂന്നാം അധ്യാപികയെ ചൊവ്വാഴ്ച അറസ്റ്റിലാകുന്നത്. ആവള കൂട്ടോത്ത് വലിയ പറമ്പിൽ നീഷ്മയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പിടിയിലായത്. നീഷ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ്. കീർത്തനയും കാവ്യയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീഷ്മയിലേക്കും അന്വേഷണം എത്തിയത്. പിടിയിലായ അധ്യാപികമാരുമായി നേരിട്ട് ബന്ധമുള്ള ജിജിൽ കുര്യാക്കോസ് എന്ന യുവാവിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളും അറസ്റ്റിലായ അധ്യാപികമാരും തമ്മിൽ ഒരു വർഷത്തിനിടെ 99 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കീർത്തനയുടെ അക്കൗണ്ടിൽ 14 ലക്ഷവും കാവ്യയുടെ അക്കൗണ്ടിൽ 6 മാസം കൊണ്ട് 9 ലക്ഷവും എത്തിയിരുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനിടെ ലഹരി ഇടപാടുകളിൽ പങ്കാളിയായ കാവ്യയും കീർത്തനയും കുറിച്ച് അറിഞ്ഞതോടെ രക്ഷിതാക്കളിൽ പലരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഒരു വർഷം മുൻപ് കാർ അപകടമുണ്ടായി ചികിത്സയിലായ കാവ്യയ്ക്ക് SSKയിലെ അതായത് സർവശിക്ഷ അഭിയാൻ കേരളയിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ച് ധനസഹായം നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ ഇവർ ആഡംബര കാർ വാങ്ങിയതോടെ പല അധ്യാപകർക്കും നാട്ടുകാർക്കും സംശയം തോന്നിയിരുന്നു. MA സൈക്കോളജിക്കാരിയായ കാവ്യ 2016 മുതലാണ് പേരാമ്പ്ര BRCക്ക് കീഴിലെ ചെറുവാളൂർ സർക്കാർ LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്തു വന്നത്. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു കാവ്യയ്ക്ക് ജോലി. എന്നാൽ അടുത്തിടെയാണ് ഇവർ വില കൂടിയ ആഡംബര കാർ വാങ്ങിയത്. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്റെ വാഹനമാണെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അറസ്റ്റിന് പിന്നാലെ അധ്യാപികമാരെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടു. കേസിൽ അറസ്റ്റിലായ റിമാൻഡിലായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇരുവരെ സർവീസിൽ നിന്ന് നീക്കാൻ സമഗ്ര ശിക്ഷ അഭിയാൻ സംസ്ഥാന കോർഡിനേറ്റർ ഉത്തരവിട്ടത്. സംസ്ഥാനത്ത് ലഹരിക്കടത്ത് പല വഴികളിലൂടെയാണ്. ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലേക്കാണ് സംസ്ഥാനത്ത് രാസലഹരിയുടെ ഒഴുക്ക് കൂടുന്നത്. സംസ്ഥാനത്ത് രാസലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് പുറത്തുവരുന്ന ഓരോ വിവരവും സമൂഹത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. ലഹരിക്കടത്ത് പുതിയ വഴികളിലൂടെ വ്യാപിക്കുകയും ശൃംഖല കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യുന്നുവെന്ന സൂചനകളാണ് സമീപകാല അന്വേഷണങ്ങൾ നൽകുന്നത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ വിവിധ ഇടനിലക്കാരെയും സാമ്പത്തിക ശൃംഖലകളെയും ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് വിതരണം നടത്തുന്നതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. സമൂഹത്തിന് മാതൃകയാക്കേണ്ട അധ്യാപകരും മറ്റ് പ്രൊഫഷണൽ മേഖലകളിലുള്ളവരും ഇത്തരം കേസുകളിൽ പ്രതികളാകുന്ന സംഭവങ്ങൾ പുറത്തുവരുന്നത് ആശങ്ക ഇരട്ടിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് അതിർത്തി ജില്ലകളിലോ നഗരങ്ങളിലോ മാത്രം ഒതുങ്ങിയിരുന്ന രാസലഹരി ശൃംഖല ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നുവെന്ന ആശങ്കയാണ് ഓരോ കേസും ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ലഹരിക്കടത്തിനെതിരായ ശക്തമായ നിയമ നടപടികൾക്കൊപ്പം സമൂഹം, കുടുംബങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമപാലന ഏജൻസികൾ എന്നിവയുടെ ഏകോപിതമായ ഇടപെടലും കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറുകയാണ്. വളരുന്ന തലമുറയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അധ്യാപകരിൽ നിന്നടക്കം ലഹരി വിൽപ്പന ഉണ്ടാകുമ്പോൾ ജനം ആശങ്കയിലാണ്. സ്വന്തം ജോലിയുടെ മറവിൽ, സ്വന്തം സംഘടനയുടെ മറവിൽ ഉത്തരവാദിത്തം മറന്ന് സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ടുള്ള പദ്ധതി. അധ്യാപികമാരെ ഇടനിലക്കാരാക്കിയും ലഹരിക്കടത്ത് എന്നത് അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത്. അക്ഷരവും ജീവിതവും പറഞ്ഞുകൊടുത്ത് കുട്ടികളെ പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട അധ്യാപികമാർ തന്നെ ലഹരി ഇടപാടുകളുടെ തലതൊട്ടപ്പന്മാരായതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ BRC ഇപ്പോൾ. വടകരയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന വഴിത്തിരിവുകളിലാണ് അധ്യാപികമാർ പിടിയിലാകുന്നത്. ചെയ്യുന്ന ജോലിയുടെ സാമൂഹിക ഉത്തരവാദിത്തം പോലും മറന്ന് MDMA ലഹരി മരുന്ന് കടത്ത് ശൃംഖലയുടെ ഭാഗമായെന്ന ആരോപണത്തിലാണ് ഈ BRCക്ക് കീഴിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായി പ്രവർത്തിച്ചിരുന്ന അധ്യാപികമാർ അറസ്റ്റിലാകുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പിന്തുണയും നൽകേണ്ട ചുമതലയിലായിരുന്നു ഇവർക്കെതിരെയാണ് ഗുരുതര ലഹരിക്കടത്ത് കേസിൽ ഇവരാണ് പ്രതികളാകുന്നത്. പൊതുസമൂഹത്തെയും രക്ഷിതാക്കളെയും സംബന്ധിച്ച് ഒരുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. ഇവരാണ് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് മുന്നിൽ നിന്ന് നയിച്ചവർ. സൂംബ ഡാൻസിലായാലും മറ്റേതൊരു പരിപാടിയിലായാലും ലഹരി വിരുദ്ധ ക്യാമ്പയിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, പകൽ
ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, രാത്രി ലഹരി കച്ചവടം. എന്തായല്ലേ? സംസ്ഥാനത്ത് രാസലഹരിയുടെ വ്യാപനം ഇന്ന് നിയമസമാധാന പ്രശ്നം മാത്രമല്ല, സാമൂഹികവും പൊതുജനാരോഗ്യപരവുമായ വലിയ വെല്ലുവിളിയായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുറത്തുവരുന്ന ലഹരിക്കടത്ത് കേസുകൾ ശൃംഖലയുടെ വ്യാപ്തി എത്രമാത്രം വലുതാണെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയെ ചെറുക്കാൻ കർശനമായ നിയമ നടപടികൾക്കൊപ്പം സമൂഹത്തിന്റെ ജാഗ്രതയും അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്താൻ സംഘടന, പാർട്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണവും നടത്തേണ്ടിയിരിക്കുന്നു. ലഹരിക്കടത്ത് ഫലപ്രദമായി തടയാൻ അതിർത്തികളിലും തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. ലഹരി എത്തിക്കുന്നവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ശൃംഖലയും മുഖ്യ ആസൂത്രകരെയും കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിലാണ് അന്വേഷണ ഏജൻസികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ബാങ്ക് ഇടപാടുകൾ, ഓൺലൈൻ പണമിടപാടുകൾ, ലഹരി വിതരണ ശൃംഖല എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം സ്കൂളുകളിലും കോളേജുകളിലും സ്ഥിരമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിലും കൗൺസിലിംഗ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ ഏകോപിതമായ പ്രവർത്തനത്തിലൂടെയാണ് ലഹരി മാഫിയയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുക. ഇതിനിടെ ചില രാഷ്ട്രീയ സാമൂഹ്യ വിഭാഗങ്ങൾ ലഹരി വ്യാപനത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും അത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു രാജ്യവ്യാപകമായ സംഘടിത ഗൂഢാലോചന നിലവിലുണ്ടെന്ന് ഇന്ത്യൻ കോടതികളോ നിയമപാലന ഏജൻസികളോ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ചില കേസുകൾ നമുക്ക് പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ള നാർക്കോട്ടിക് ജിഹാദുകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ലഹരിക്കടത്ത് കേസുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയും കുറ്റവാളികൾ ആരായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വം. ലഹരി എന്നത് മതമോ രാഷ്ട്രീയമോ നോക്കി ഇരകളെ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, ഒരു കൂട്ടർ പറയുന്നതല്ല, നമുക്ക് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ ലഹരി കച്ചവടം നടത്താനും ഉപയോഗിക്കാനും ഒക്കെ ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മതവും ജാതിയും ഒക്കെ നോക്കാറുണ്ട്. അതിനാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. എന്തായാലും ലഹരിക്കെതിരായ പോരാട്ടം മതമോ രാഷ്ട്രീയമോ നോക്കിയാകരുത്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർ ആരായാലും അവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും സമൂഹത്തെ ലഹരിമുക്തമാക്കാനുള്ള ദീർഘകാല ഇടപെടലുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. ലഹരിക്കെതിരായ പോരാട്ടം പോലീസിന്റെയോ എക്സൈസ് വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ രക്ഷിതാവും, അധ്യാപകനും, വിദ്യാഭ്യാസ സ്ഥാപനവും പൊതുസമൂഹവും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകണം. സംശയാസ്പദമായ ലഹരി ഇടപാടുകൾ കണ്ടാൽ മൗനം പാലിക്കാതെ, നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണെങ്കിലും അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. ഇന്ന് നാം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നാളെയുടെ തലമുറയ്ക്ക് അതിന്റെ വലിയ വില നൽകേണ്ടി വരും. അക്ഷരം പഠിപ്പിക്കേണ്ട ക്ലാസ് മുറികളിലേക്കും ലഹരി ശൃംഖലയുടെ നിഴൽ എത്തുന്നുവെങ്കിൽ അത് സമൂഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. ഇനി മൗനം പാലിക്കാനുള്ള സമയമല്ല. ലഹരിക്കെതിരെ കുടുംബവും സമൂഹവും സർക്കാരും ഒരുമിച്ച് പോരാടേണ്ട സമയമാണ്. കാരണം ഓരോ കുട്ടിയെയും ലഹരിയിൽ നിന്ന് രക്ഷിക്കാനാകുമ്പോഴാണ് നാളെയുടെ കേരളത്തെ സുരക്ഷിതമാക്കാൻ കഴിയുക. വടകര MDMA കേസ് ഒരൊറ്റ ക്രിമിനൽ കേസായി മാത്രം കാണാനാകില്ല. സമൂഹത്തിന്റെ വിശ്വാസം നേടിയ മേഖലകളിലേക്ക് പോലും ലഹരി മാഫിയ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുവെന്ന മുന്നറിയിപ്പായാണ് ഇതിനെ കാണേണ്ടത്. നിയമപാലന ഏജൻസികളുടെ കർശന നടപടികൾക്കൊപ്പം പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും തുടർച്ചയായ ബോധവൽക്കരണവും ശക്തമായ സാമൂഹിക ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ ലഹരി മാഫിയെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.